Hello, welcome to Anoop Tube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഫാക്ടറി ഡിസൈൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഫാക്ടറി ഡിസൈൻ മെത്തേഡ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ അത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫാക്ടറി ഡിസൈൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കമ്പൈൽ ടൈമിൽ അല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ടൈമിൽ നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ടൈപ്പ് നമുക്കറിയില്ല. അത് നമ്മൾ യൂസർ തന്നിരിക്കുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിനെ നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഫാക്ടറി ഡിസൈൻ മെത്തേഡ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫാക്ടറി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫാക്ടറിയിൽ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്, നമ്മൾ കസ്റ്റം ആയിട്ടുള്ള ഷേപ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഷേപ്പിന് നമുക്കൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഉണ്ടായിരിക്കുമല്ലോ, ഷേപ്പ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ടൈപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അതൊന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള ഷേപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു അബ്സ്ട്രാക്ട് ടൈപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫാക്ടറിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ യൂസർ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത്, നമുക്ക് യൂസറിന് ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റണം. ഓക്കെ, യൂസർ ഇൻപുട്ട് കൊടുക്കും. ഓക്കെ, അതിന് വെച്ചിട്ടായിരിക്കും നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂസർ കൊടുക്കുന്നത് ഒരു 3 സൈഡാണ് കൊടുക്കുകയായിരിക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ടൈപ്പ് എന്തായിരിക്കും, ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ, ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നുണ്ടാവുക. ഇനി അതല്ല യൂസർ കൊടുക്കുന്നത് 4 എന്ന് പറഞ്ഞിട്ടൊരു നമ്പറാണ് കൊടുക്കുന്നതായിരിക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഷേപ്പ് ഏതായിരിക്കും, റെക്റ്റാങ്കിൾ ഉണ്ടാക്കണം. ഇനി അതല്ല യൂസർ കൊടുക്കുന്നത് വേറെ എന്തെങ്കിലും, അതായത് ഇപ്പോൾ ഒരു ഹെക്സഗൺ 6 ടൈപ്പാണ് കൊടുക്കുന്നതായിരിക്കുക. അപ്പോൾ ഹെക്സഗൺ ആണ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഹെക്സഗൺ നമ്മൾ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഹെക്സഗൺ ടൈപ്പ് ഉണ്ടാക്കണം. ഇതൊന്നും അല്ലാത്തൊരു ഷേപ്പ് ടൈപ്പാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ഒരു നമ്പർ ഓഫ് സൈഡ്സ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടില്ല എന്ന രീതിയിലുള്ളൊരു പ്രോംപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, യൂസറിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മളിവിടെ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫാക്ടറി ഡിസൈൻ ടൈപ്പ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് പൈത്തൺ വെച്ചിട്ട് നമുക്ക് സിമ്പിളി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമുക്കൊരു ട്രയാങ്കിളോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ഹെക്സഗണോ ഏത് ടൈപ്പ് ഓഫ് സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും നമുക്ക് എന്തൊരു അബ്സ്ട്രാക്ട് ടൈപ്പ് ഉണ്ടായിരിക്കും. ഇതൊന്നായിരിക്കും നമ്മൾ എന്തുണ്ടാവുക, ബാക്കിയുള്ള ഷേപ്സ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫാക്ടറി ഡിസൈൻ ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ക്ലാസ്സസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അബ്സ്ട്രാക്ട് ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ബേസ് ക്ലാസ് ആയിരിക്കും, അതായത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു ബേസിക് എല്ലാ പ്രോപ്പർട്ടീസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലാസ്സിനെ നമ്മൾ പറയുന്നവരാണ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയും. ഓക്കെ, അതിന് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതൊന്നായിരിക്കും ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും, ചൈൽഡ് ക്ലാസ്സുകളും, അതായത് അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഷേപ്പുകളും നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ ക്ലാസ് എന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി പൈത്തണിൽ ബിൽറ്റിൻ ആയിട്ടുള്ള അബ്സ്ട്രാക്ട് ബേസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അതൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രം ABC എന്ന് അടിച്ച് കഴിഞ്ഞാൽ അതാണ് അബ്സ്ട്രാക്ട് ബേസ് ക്ലാസ് എന്ന് കേട്ടോ. അപ്പോൾ ബേസ് ABC എന്ന് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുക BC മെറ്റാ അബ്സ്ട്രാക്ട് ബേസ് ക്ലാസ്. ഓക്കെ, അബ്സ്ട്രാക്ട് ബേസ് ക്ലാസ് ABC എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ABC എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമായിട്ടൊരു അബ്സ്ട്രാക്ട് ക്ലാസ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഓൾറെഡി നമുക്കിത് അവൈലബിൾ ആയതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അബ്സ്ട്രാക്ട് സ്റ്റാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെക്കറേറ്റർ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതാണ് അബ്സ്ട്രാക്ട് മെത്തേഡ് നമുക്ക് കൊടുക്കാൻ പറ്റും പൈത്തണിൽ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. അതിനുശേഷം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് ക്ലാസ് ഉണ്ടാക്കണം, ഏറ്റവും ബേസ് ക്ലാസ് ഉണ്ടാക്കണം. അപ്പോൾ ക്ലാസ് എന്നതിന് ശേഷം നമ്മുടെ ഏറ്റവും ബേസ് ക്ലാസ് എന്താണ്, ഷേപ്പാണ് അല്ലേ. ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബേസ് ക്ലാസ് ഉണ്ടാക്കി അത് എവിടുന്നാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ABC എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എന്നായിരിക്കണം ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിനൊരു അബ്സ്ട്രാക്ട് മെത്തേഡ് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് ടൈപ്പ് ഓഫ് ക്ലാസ് എന്ന രീതിയിലാണ് നമ്മൾ അബ്സ്ട്രാക്ട് ടൈപ്പ് ഉണ്ടാക്കുന്നത്. ഈ ടൈപ്പ് യൂസ് ചെയ്തിട്ട് ഈ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏത് ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡെഫ് ഗെറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് ഉണ്ടാക്കി. ഈ ഷേപ്പിന് എന്താണ് ഒരു ടൈപ്പ് പറഞ്ഞ സംഭവമില്ല അല്ലേ, ഷേപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് അല്ല, അതിന് ടൈപ്പ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് സിമ്പിളി പാസ് ചെയ്തു. ഇനി ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അബ്സ്ട്രാക്ട് മെത്തേഡായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അബ്സ്ട്രാക്ട് മെത്തേഡാണെന്ന് നമ്മൾ പൈത്തണ് പറഞ്ഞു കൊടുക്കണം, കമ്പൈലറിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അബ്സ്ട്രാക്ട് കീവേഡ് ഈ ഡെക്കറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗെറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഏതൊക്കെ ഇതിൻ്റെ ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കുന്നു അതിലെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ കമ്പൈലേഷൻ എറർ വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെക്കറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷേപ്പ് എന്ന് പറഞ്ഞൊരു ബേസ് ക്ലാസ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ക്ലാസ്സുകളെല്ലാം ചൈൽഡ് ക്ലാസ്സുകളെല്ലാം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വേണ്ട ക്ലാസ്സുകൾ ഏതൊക്കെയാണ്, ക്ലാസ് ട്രയാങ്കിളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, ഇൻഹെറിറ്റിംഗ് ഫ്രം
ഷേപ്പ് ആൻഡ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു എറർ വരുന്നുണ്ട് അല്ലേ. ആഡ് എ ബി സി ഇത് കണ്ട് മോർ ആക്ഷൻസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് അബ്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഗെറ്റ് ടൈപ്പ് അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഗെറ്റ് ടൈപ്പ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നതാണ് റിട്ടേൺ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടൈപ്പ് എന്താണ് ട്രയാങ്കിൾ ആണെന്ന് റിട്ടേൺ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ് ഉണ്ടാക്കി ക്ലാസ് റെക്റ്റാങ്കിൾ ഇൻഹെറിറ്റിംഗ് ഫ്രം ഷേപ്പ് ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗെറ്റ് ടൈപ്പ് നമ്മൾ വീണ്ടും ഡിഫൈൻ ചെയ്യണം അല്ലേ എല്ലാവരും. അതിനുശേഷം നമുക്ക് ഉണ്ടാകുന്ന ക്ലാസ് ഏതാണ്, ക്ലാസ് ഹെക്സഗൺ ഇൻഹെറിറ്റിംഗ് ഫ്രം ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ക്ലാസ്സുകളാണ് ഉള്ളത്. അതായത് നമുക്ക് ഷേപ്പ് എന്ന് പറഞ്ഞൊരു ബേസ് ക്ലാസ് ഉണ്ട്, അബ്സ്ട്രാക്ട് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് ഉണ്ടെങ്കിൽ അത് അബ്സ്ട്രാക്ട് ക്ലാസ് ആയിരിക്കും കേട്ടോ. പിന്നെ ട്രയാങ്കിൾ, പിന്നെ റെക്റ്റാങ്കിൾ, ഹെക്സഗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 ക്ലാസ്സുകൾ ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാക്ടറി ക്ലാസ്സുകൾ ഉണ്ടാക്കണം. ഇതിനെ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം ഫാക്ടറിയിൽ വെച്ചിട്ടായിരിക്കില്ല, ഇതൊക്കെ നമുക്കൊരു ഒബ്ജക്ട്സ് ആണ്, ഓരോ സംഭവങ്ങളാണ്. ഓക്കെ, ഇതിനെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും ഫാക്ടറി ക്ലാസ്സിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ക്ലാസ് ഓക്കെ ഷേപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫാക്ടറിൻ്റെ ക്ലാസ് ഉണ്ടാക്കി. അതിനുശേഷം നമുക്ക് ഒരു കൺസ്ട്രക്ടർ ഉണ്ടാക്കണം. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമുക്ക് കൺസ്ട്രക്ടർ ഉണ്ടാക്കണം. ഓക്കെ, കൺസ്ട്രക്ടർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അതിലോട്ട് പാസ് ചെയ്യുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. നമ്പർ ഓഫ് സൈഡ്സ് കൊടുത്തിട്ട് അതിൻ്റെ ടൈപ്പ് പറഞ്ഞ ഇൻറ്റിജർ ആണ്. അതിനുശേഷം നമ്മൾ സെൽഫ് ഡോട്ട് സൈഡ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് സൈഡ്സ് എന്ന് കൊടുത്തു. അതിനുശേഷം ഈ ഷേപ്പ് ഫാക്ടറി വെച്ചിട്ടാണ് നമ്മൾ ഫാക്ടറി ഷേപ്പ് ഉണ്ടാക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡെഫ് ക്രിയേറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിനകത്തിട്ട് നമ്മൾ പാസ് ചെയ്ത് ക്രിയേറ്റ് ഷേപ്പ് വിളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷേപ്പ് ഉണ്ടാക്കി തരും. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ എന്തിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഷേപ്പ് ഉണ്ടാക്കുന്നത്, നമ്പർ ഓഫ് സൈഡ്സിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് സെൽഫ് ഡോട്ട് നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട ഏത് ഷേപ്പ് ആയിരിക്കും, റിട്ടേൺ ട്രയാങ്കിൾ ആയിരിക്കും അല്ലേ. റിട്ടേൺ ട്രയാങ്കിൾ. ഇഫ് സെൽഫ് ഡോട്ട് നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ നമ്മൾ ഏത് കൊടുക്കും, റെക്റ്റാങ്കിൾ റിട്ടേൺ ചെയ്യും. അതല്ല സെൽഫ് ഡോട്ട് നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു 6 ആണെങ്കിൽ ഹെക്സഗൺ കൊടുക്കും. ഇങ്ങനത്തെ എത്ര ടൈപ്പ് നമുക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇതൊന്നും അല്ലാത്തൊരു ഒരു സംഭവമാണ് നമ്മൾക്ക് യൂസർ കൊടുക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എൽസിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതുകൂടി ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ എൽസിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എറർ നമ്മൾ റേസ് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് എറർ ആണെന്ന രീതിയിൽ നമുക്ക് റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റേസ് വാല്യൂ എറർ ഓഫ് അൺനോൺ ഷേപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എറർ റേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷേപ്പ് ഫാക്ടറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഇതിനെ യൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ യൂസറിനോട് ചോദിക്കണം എത്ര നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് ആവശ്യമുണ്ടെന്ന്. ഓക്കെ, നമ്മളോട് ചോദിക്കണം. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞ സംഭവം ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു പ്രോംപ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻറ്റിജർ ടൈപ്പിലായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഷേപ്പ് ഫാക്ടറി SF ഈക്വൽ ടു ഷേപ്പ് ഫാക്ടറി നമ്പർ ഓഫ് സൈഡ്സ് കൊടുക്കാൻ പറ്റും. നമ്പർ ഓഫ് സൈഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു ഷേപ്പ് ഫാക്ടറി നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ഷേപ്പ് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് കിട്ടല്ലേ. അപ്പോൾ ഷേപ്പ് ഈക്വൽ ടു SF ഡോട്ട് ക്രിയേറ്റ് ഷേപ്പ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഷേപ്പ് കിട്ടും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ടൈപ്പ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷേപ്പ് ഡോട്ട് ഗെറ്റ് ടൈപ്പ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈപ്പ് എന്താണെന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് പ്രിൻറ്റ് ചെയ്യാണ്. റൺ മെയിൻ എന്ന് അടിച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആൻഡ് റീറൺ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ എൻ്റർ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് വിളിച്ചു. നമ്പർ ഓഫ് സൈഡ്സ് ഞാൻ കൊടുത്തത് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ കിട്ടി. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്നുകൂടി റീറൺ ചെയ്തു. അതിനുശേഷം 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ എററാണ് കിട്ടുന്നത്. ഒരു അൺനോൺ ഷേപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് വാല്യൂ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, അത് നമ്മളിവിടെ റേസ് ചെയ്തുകൊണ്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ക്യാച്ചിനകത്ത് കൊടുത്താൽ മതി. ട്രൈ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇതിനൊന്ന് മൊത്തം ഇൻഡൻറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് വരിക. അതിനുശേഷം എക്സെപ്റ്റിനകത്ത് ക്യാച്ച് എന്ന് പറഞ്ഞ സംഭവം C++ലാണ്. ഓക്കെ, വാല്യൂ എറർ ആസ് E. അതിനുശേഷം നമുക്കതിനെ പ്രിൻറ്റ് ചെയ്യുക. ജസ്റ്റ് പ്രിൻറ്റ് E എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എറർ പ്രിൻ്റ് ആകും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ മെയിനെ നമുക്ക് എന്ത് ചെയ്യും, വൈൽ ലൂപ്പിനകത്ത് കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ മെയിൻ വൈലിനകത്ത് നമുക്ക് കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കത് വീണ്ടും റൺ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ കിട്ടും. 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹെക്സഗൺ എന്ന് കിട്ടും. 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ എന്ന് കിട്ടും. 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അൺനോൺ ഷേപ്പ് ടൈപ്പ് കിട്ടും. 2 എന്ന് കൊടുത്ത ഷേപ്പ് ടൈപ്പ്. 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ. 9 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അൺനോൺ ഷേപ്പ് ടൈപ്പ്. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അൺനോൺ ഷേപ്പ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ഷേപ്പ് ഫാക്ടറി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഒരു അനദർ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഒരു ആപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഒരു യൂസർ നമുക്കൊന്നില്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നമുക്ക് ആ ആപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ആക്കിയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് ആക്കിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ്ഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം എടുക്കേണ്ടത്. ഓൺ ആക്കിയിട്ടാണെങ്കിൽ നമ്മുടെ API യൂസ് ചെയ്തിട്ടുള്ള, അതായത് സെർവറിൽ നിന്നുള്ള API യൂസ് ചെയ്തിട്ടുള്ള ഡാറ്റ ആയിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഷേപ്പിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഈ ട്രയാങ്കിളിനും റെക്റ്റാങ്കിളിനും പോലുള്ള 2 ക്ലാസ്സിന് നമുക്ക് എന്ത് ചെയ്യും, നെറ്റ്വർക്ക് ഡാറ്റ എന്നും കൊടുക്കാൻ പറ്റും, ക്യാഷ്ഡ് ഡാറ്റ എന്നും കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിവിടെ ഒരു ഫാക്ടറി എന്ന് പറയുന്നത് അതായത് ഡാറ്റ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു ഫാക്ടറി ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം ഡാറ്റ ഫാക്ടറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് ഡാറ്റ കൊടുക്കും, റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ക്യാഷ്ഡ് ഡാറ്റ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ്, ഇതാണ് ഒരു റിയൽ ടൈം ആയിട്ടുള്ള നമ്മുടെ റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മളുടെ ഷേപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇംപ്ലിമെൻറ്റേഷനിൽ നമുക്ക് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത് എന്താണ് നമുക്കൊരു ഫാക്ടറി മെത്തേഡ്സ് അല്ല ഫാക്ടറി മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മളതിനെ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.